ഹായ് കൂട്ടുകാരെ, നമ്മൾ പലതരത്തിലുള്ള പാലങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. കല്ല് കൊണ്ടുണ്ടാക്കിയവ, കമ്പി കൊണ്ടുണ്ടാക്കിയവ, അങ്ങനെ ഒരുപാട്. അതുപോലെ ഒരു അത്ഭുതം കാണാനാട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 2 നിലയായിട്ട് പരന്ന് കിടക്കുന്ന 200 വർഷത്തോളം മേലെ പഴക്കമുള്ള 500 കിലോ വരെ ഭാരം താങ്ങാൻ കഴിയുന്നൊരു പാലം. കാടിന് നടുവിലൂടെ ഒരു 3000 സ്റ്റെപ്സ് താഴേക്ക് നടന്ന് ശ്വാസം നിലച്ചു പോകുന്ന തരത്തിലുള്ള നദികളൊക്കെ കടന്ന് കമ്പി കൊണ്ടും മൂള കൊണ്ടും ഒക്കെ ഉണ്ടാക്കി തൂക്കുപാലങ്ങൾ കടന്നാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരുടെ എൻജിനീയറിംഗ് മികവിന്റെ പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായ ജീവനുള്ള മരത്തിന്റെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ ഈ പാലം കാണാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സോ ഗൈസ്, നമ്മുടെ ക്രേസി ഫാമിലിയുടെ ഗിവ് അവേ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണൂട്ടോ. കമന്റുകളിടൂ, ബെൽ ബട്ടൺ അമർത്തു. ആരാ ലക്കി വിന്നർ എന്ന് നമുക്കറിയാലോ. നിങ്ങൾക്കിവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറാപൂഞ്ചിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഷില്ലോങ്ങിൽ നിന്നും അല്ലെങ്കിൽ ദോഖയിൽ നിന്നും ഒക്കെ എത്തിപ്പെടാം. മിക്ക സ്ഥലത്തു നിന്നും ഇതിൻ്റെ ബേസ് ക്യാമ്പായ TYRNA എന്നൊരു വില്ലേജിൽ നിന്നാണ് ബേസ് ക്യാമ്പ് വരുന്നത്. അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തു വേണമെങ്കിൽ വരാം. ഞങ്ങൾക്ക് ട്രാവൽ പാർട്ണർ ഉണ്ടായിരുന്നു, നമ്മുടെ കിഷോർ ഭായി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നില്ല. അതുമാത്രമല്ല, നമ്മൾ ചിറാപൂഞ്ചിയിലാണ് താമസിച്ചിരുന്നത്. ആ ഹോം സ്റ്റേയിൽ നിന്ന് ഒരു 8ഓളം കിലോമീറ്റർ മാറിയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ ബേസ് ക്യാമ്പായ തിരുന എന്ന വില്ലേജ്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് 4:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൺറൈസ് ഉണ്ടാക്കും. 4:05 മണി. ഇത് ഒരു ഫുൾ ഡേ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനിയുള്ള വിഷ്വൽസില്ല, ഈ ഭാവിയുടെ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്കത് മനസ്സിലാകും. എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഹൈറ്റ് ഒന്നും ഞാൻ ഭയങ്കര പേടിയുമാണ്. ഞാൻ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പൊടി കുഞ്ഞുങ്ങൾ വരെ ഈ ട്രക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ 3, 4, എനിക്കൊന്നും 4, 5 വയസ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണുള്ളൂ. അവർ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് പകുതിക്ക് എവിടെയെങ്കിലും ടയേർഡായി നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാൻ ആൾക്കാരുണ്ട്. അവരിപ്പോൾ എനിക്ക് 12,000 16,000 രൂപ മറ്റോ ചാർജ് ചെയ്യുന്നുണ്ടാകും ഒരാൾക്ക്. എന്ത് തന്നെ പറഞ്ഞാലും ഇതൊരു വർത്ത് വിസിറ്റാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ ഈ ട്രക്ക് തുടങ്ങുന്നതിനെ പോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് അവിടെ നിന്ന് എൻട്രി ഫീസസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് സ്റ്റിക്ക് വാടകയ്ക്ക് എടുക്കാം, പിന്നെ ഗൈഡ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരെ പോകാനായിട്ട് ഗൈഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് റെയിൻബോ ഫോൾസും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഗൈഡ് വേണം. അപ്പോൾ അത് ഓർമ്മയിലിരിക്കുക. നമ്മളെ പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി വല്ല കടയിലും വല്ലതും കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചു തരട്ടാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ആണ് ഗൈസ്. വളരെ നാടുമായിട്ടുള്ള പടികളാണ് ഇത്. കണ്ട ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഓ ആയിക്കോട്ടെ. ഹായ് ഞങ്ങൾക്ക് പോകുന്ന വഴി 2 പേരും കൂടി കിട്ടി. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ, എൻ്റെ അമ്മ ഇത് ഒരുപാടുണ്ടല്ലോ. ഓ മൈ ഗാഡ്, ഇത് കുറെ ഉണ്ട് കുട്ടികളെ. ഇതെങ്ങനെ ഇതുവഴി ഇറങ്ങി പോകുമെന്ന് അറിഞ്ഞൂടെ. അയ്യോ, ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ ഉള്ളെന്ന്. ഇതങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇതാ ഇങ്ങനെ കിടക്കാണ്, പക്കാണ്. Oh my god. You see through the camera's lens. Oh my god. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ബ്രെഡ് ഓംലെറ്റ് ഒന്നും ആവില്ലെന്ന്. അയ്യോ, എൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പം ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞടിച്ച് വീഴുന്ന ഒരു റെക്കോർഡുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ എങ്ങും മറിഞ്ഞടിച്ച് വീണില്ല. ഇതായിരിക്കും ആ ദിവസം എന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, ഇതെന്താണിത്? ഇതെന്തൊരു വഴിയായത്? ഞാനേ ചേട്ടാ പിടിച്ചതാ. ഇടയ്ക്ക് ട്രെക്കിങ്ങിന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പകുതി പോയി തുടങ്ങിയതേ ഉള്ളു ഗൈസ്. ഇത്ര പെട്ടെന്ന് നമ്മൾ ടയർഡായി. ഇതെന്തൊരു വഴിയാണ് ഇത്, എൻ്റെ ഭഗവാൻ. ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങള്? കണ്ട
ഇതുപോലെയുള്ള ഒരു 3000 സ്റ്റെപ്പുകൾ താഴേക്ക് ഇറക്കണം ഗൈസ്. ഞങ്ങളൊരു 100 സ്റ്റെപ്പ് പോലും ഇറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നത്. അയ്യോ എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്ത് കാണാം. ശരി ഗൈസ്, ഇതാ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? എവിടെ? ഗൈസ് നമ്മൾ 1500 സ്റ്റെപ്സ് കവർ ചെയ്തെന്നാണ് ഈ ചേട്ടൻ പറയണത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ പോയി. നമ്മളിപ്പോൾ 2 മിനിറ്റ് റെസ്റ്റിലാണ്. എൻ്റെ കെട്ടിയ വെള്ളം കുടിച്ചു കഴിഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചു. ഇനി എങ്ങനെയാ ബാക്കി? എത്ര 3000? ഇനി 2000 സ്റ്റെപ്പ് കൂടെ നടക്കണം. അതും ഇതുപോലുള്ള വഴിയാണ്. ഇത് കണ്ടോ? എന്നതാ പേടിയാവണത് ഇതൊക്കെ. എന്നമ്മേ, ഇവിടെ താഴേക്കും സ്റ്റീപ്പാണ്, വളരെ സ്റ്റീപ്പാണ്. കൈയും കാലൊക്കെ വിറച്ചിട്ട് പാടില്ല. നമ്മളങ്ങനെ ട്രെക്കിങ് മീൻസ് പടി ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് ഇനിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വീടുകൾ കേട്ടോ. ഇവിടുത്തെ വീടുകളാണ്. ഇവരൊക്കെ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിപ്പം ഒരു റെസ്റ്റിലാണ്. ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും ട്രെക്കിംഗ് ആണ്. താഴേക്ക് ഇനി എത്രത്തോളം പോകണമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോവുകയാണ്. ശരി, എൻ്റെ അമ്മേ, പിന്നെ ഒരു ബ്രേക്ക് എടുത്തതേ. കയ്യിൽ മൊബൈലൊന്നും നിൽക്കുന്നില്ല സത്യത്തിൽ. ഞാൻ ആ സെൽഫി സ്റ്റിക്ക് ഞാൻ നമ്മുടെ ഗിമ്പിൽ അതാണ് സ്റ്റിക്കൊക്കെ തൂരി മാറ്റി. കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ കാല് മറിയുന്നു. അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാര്യമൊക്കെ മറിയുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 6000 സ്റ്റെപ്പ് വീട്ടിൽ നടക്കാൻ പോകുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്ത് 3500 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ എൻ സ്റ്റോറി എന്താണെന്ന് എനിക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. നോക്കാം. നമ്മൾ ഇതുവഴിയാണ് കേട്ടോ വന്നത്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു വോക്കായിരുന്നു. കണ്ടോ, ഫുൾ കയറൊക്കെ. ഞാൻ വീടെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കണില്ലായിരുന്നു. കൈയൊക്കെ കാല് വരച്ചിട്ട് പാടില്ലായിരുന്നു. എങ്ങാടും സ്റ്റിക്കൊക്കെ താഴെപ്പോയി കഴിഞ്ഞാൽ കഴിയില്ലേ, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ. അതിൻ്റെ കെട്ടിനോടെ വെയിറ്റ് ചെയ്യുന്നു. ഗായ്സ്, നമ്മൾ അടുത്ത പാലത്തിൽ എത്തിയിരിക്കുകയാണ്. കേൾക്കാ, ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുന്ന് പാലം നല്ലതായിട്ട് കുലുങ്ങണുണ്ട്. പക്ഷേ ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിങ്ങനെയാണ് വരണ്ട. ഓ മൈ ഗാഡ്, ചേട്ടനാ പോകുന്നുണ്ട്. ഇത് 2 മലയുടെ ഇടയിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാലമാണ്. ഇത് നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. മുമ്പിലത്തെ ഇതിനേക്കാളും റിസ്കി ആയിരുന്നു, അതാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പക്ഷെ ഇത് കുറച്ചുകൂടി റിസ്ക് കുറവാണ്. കണ്ടോ, പക്ഷെ വടിയൊക്കെ ഇതാ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇനി സംസാരിക്കണില്ല, നിങ്ങൾക്ക് കേൾക്കാലോ. വാവ്, സൂപ്പർ. നമ്മളെങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞു. നമ്മൾ ഡബിൾ ട്രക്കർ റോഡിലേക്ക് പോവാറ്. ഇവിടുന്ന് നമുക്ക് റെയിൻബോ ഫോൾസും പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളോ അങ്ങനെ ഒരു സാധനമുണ്ട്. അതിൽ പോകണമെങ്കിൽ പക്ഷേ ഒരു ഗൈഡ് വേണം. നമുക്ക് ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് റെയിൻബോ ഫോൾസിലൊക്കെ പോകണമെങ്കിൽ 1 hour എനി ട്രെക്ക് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് അത്ര ഇതല്ലാത്തത് കൊണ്ട് നടക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി പ്ലാൻ മാറുമെന്ന് അറിയത്തില്ല. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് തോന്നുന്നു. ഇതാണോ ചേട്ടാ? ഇതല്ലേ, ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ഗൈസ്, ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ബലമാണ് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ ട്രക്ക്. ഇവിടുന്ന് ഒരു റെയിൻബോ ഫോൾസിലേക്ക് മദ്യം പോകണമെങ്കിൽ ഗൈഡ് ഇല്ലാതെ അവർ അലോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഗൈഡൊന്നുമില്ല, ഞങ്ങൾ ഗൈഡ് എടുത്തിട്ടില്ല.
അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേ പോയിട്ട് അതിലേ ഇറങ്ങുവാണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ബോധത്തോടുള്ളൊരു വിസിറ്റായിരുന്നു. നോടാ പോട്ടെ ഉപ്പസേ മേലെ കൂടി പോകണം. ഞാൻ വന്നാൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ നിന്ന് ക്യാമറാമാൻ ഗൈസ് നിങ്ങൾ കരുതുന്ന പോലെ ഭയങ്കര ടഫായിട്ടുള്ള ട്രക്കായിരുന്നു. ഭയങ്കര ടഫാണ്. ചില സമയത്തൊക്കെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു. എന്തിനാ വന്നതെന്ന് പോലും തോന്നി. ഇത് ഗോ ലൈക്ക് ദിസ് യാ guys Welcome to the building. thank you bro smile please. guys നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇത് കാണാൻ വേണ്ടിയാണ് ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് എനിക്കറിയില്ല. അയാളിതേ വരുന്നുണ്ട്. രാമു ഓക്കെ വിട്ടോ. ഈ രാമു സൂക്ഷിച്ചടാ. രാമു സ്മൈൽ. കിട്ടുന്നില്ല. കിട്ടി. അപ്പൊ ഗൈസ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഗൈസ് പറയ്. അപ്പൊ നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തേക്ക് എവിടേക്ക് പോകണമെങ്കിൽ ഗൈഡ് വേണം. എനിക്കിപ്പം എനിക്ക് ഇറങ്ങാൻ പാടായിരുന്നു, അയാൾക്ക് കയറാൻ പാടാണ്. അതെ, ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, കയറുന്നു ശ്വാസം മുട്ടുന്നു. തിരിച്ച് കയറുന്നത് 1500 സ്റ്റെപ്പ് 2000 സ്റ്റെപ്പ് കയറാൻ കിടക്കുകയാണ്. അതെ. അപ്പൊ മക്കളെ ബൈ ബൈ. ടാറ്റാ. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ലേഡി ഫോട്ടോഗ്രാഫർ കാവ്യ. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇപ്പൊ ഉള്ളിൽ നല്ല പേടിയുണ്ട്, സത്യം പറയാലോ. ബൈ ടാറ്റാ ചക്രമാ. ബൈ ബൈ ബൈ.